ഇറാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പുതിയ പ്രതിരോധ മന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തരം ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഏറെക്കുറെ എല്ലാ ബേസുകളും ലക്ഷ്യമാക്കി അവർ ആക്രമണം നടത്തുന്നു. നോക്കൂ, നമുക്കറിയാവുന്നത് പോലെ തന്നെ അവർ വലിയ രീതിയിലുള്ള മുറിവേറ്റ് നിൽക്കുകയാണ്. ആ രീതിയിൽ വലിയ ആക്രമണം നടത്തുമ്പോൾ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ട ആക്രമണമായി കരുതണമോ, അതോ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു പ്രത്യാക്രമണം തന്നെയാണോ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള റിട്ടാലിയേഷൻ തന്നെയാണോ ഇറാൻ ഈ സമയവും നടത്തുന്നത്? സുഹൈൽ. സൈഫുദ്ദീൻ, കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ എന്താണ് ഇറാനിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന പ്രകാരം തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ആകെ അമേരിക്ക വിചാരിച്ചു പോയത് ഇപ്പോൾ ഖാംനായെ അങ്ങ് വധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാനിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ആ നേതൃനിരയിലാകെ വലിയ ആശങ്കയുണ്ടാകും എന്നൊക്കെ ഒരുപക്ഷെ അമേരിക്ക വിചാരിച്ചിരുന്നെങ്കിൽ അതിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോവുകയാണ്. ഒരർത്ഥത്തിലും അവർ പിന്നോട്ടില്ല എന്ന് തന്നെ തെളിയിക്കുകയാണ്. 3-അംഗ സമിതിയെ അവർ പെട്ടെന്ന് തിരഞ്ഞെടുത്തു, പ്രതിരോധ മന്ത്രിയെ മാറ്റുന്നു, IRGCയുടെ തലവനെ നിശ്ചയിക്കുന്നു. അതിനുശേഷം കൃത്യമായ ഒരു ആക്രമണത്തിലേക്ക് തന്നെ അവർ പോകുന്നു. ഇവിടെയും ഇത്രയും വലിയ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെപ്പോലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആക്രമണം തന്നെയാണ് അവർ നടത്തുന്നത്. കൃത്യമാണ് ഓരോ കാര്യങ്ങളും. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഓഫീസ് വരെ ആ മിസൈലുകൾ എത്തി എന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഹൈഫ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരത്തേക്ക് ആക്രമിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചാൽ മാത്രമാണ് ഈ ഒരു യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുന അത് ഇസ്രായേലിന് നേരെ ഇറാൻ തിരിച്ചു വച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ്, GCC രാഷ്ട്രങ്ങൾക്ക് നേരെയാണ്. GCC രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ 2 ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. ഒന്ന്, ഈ അമേരിക്കയുടെ ബേസുകൾ ഈ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായി അങ്ങനെ എല്ലാ കാലവും നിൽക്കും എന്ന് അറബ് രാജ്യങ്ങൾ വിചാരിക്കരുത് എന്ന ഒന്നാമത്തെ ആത്യന്തികമായ ലക്ഷ്യം. മറ്റൊന്ന്, ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോൾ UAEയും സൗദി അറേബ്യയും തങ്ങളുടെ വ്യോമപാത അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം അറബ് രാജ്യങ്ങൾക്ക് മേൽ ഈ ആക്രമണം നടത്തി വലിയൊരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും അവരുടെ വ്യാപാരവും അവരുടെ ടൂറിസവും എല്ലാം വളരെ നിശ്ചലമായ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതങ്ങനെ തുടർന്നാൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക് അറബ് രാജ്യങ്ങൾ പോകും. അത് തടയിടുകയും ഡൊണാൾഡ് ട്രംപിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ കാണുന്നത് സൈപ്രസിലേക്ക് വരെ ഇന്ന് ആക്രമണങ്ങളുണ്ടായി. സൈപ്രസിലേക്ക് ആക്രമണം ഉണ്ടാകാനുള്ള കാരണം UK അമേരിക്കയുടെ കൂടെ ചേരുമെന്നും ഈ ആക്രമണത്തിൽ പങ്കാളിയാകും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് UKയുടെ സൈനിക താവളമുള്ള സൈപ്രസിലേക്ക് ഈ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിന്റെ ഫലം ഇന്ന് നമ്മൾ കാണുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു, ഒരിക്കലും തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് UKയുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം വരികയാണ്, തങ്ങളുടെ ഉറച്ച നിലപാട് വരികയാണ്. ഡൊണാൾഡ് ട്രംപ് അക്കാര്യത്തിൽ വളരെ അസ്വസ്ഥനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വാഷിംഗ്ടണിൽ നിന്ന് വരികയാണ്. എന്ന് മാത്രമല്ല, തങ്ങളുടെ എല്ലാ ബേസുകളും സൈപ്രസിൽ അടക്കാനും താൽക്കാലികമായി അടച്ചിടാനുള്ള തീരുമാനം UK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വെറുതെ ഒരു ടാർഗറ്റ് ഇല്ലാത്ത ആക്രമണങ്ങളല്ല ഇറാൻ നടത്തുന്നത്. കൃത്യമായി തന്നെ ഓരോന്നിനും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തോടു കൂടി തന്നെ അത് നടത്താൻ ഇറാന് സാധിക്കുന്നു. അതുമാത്രമല്ല, ഇത്രയും വലിയ നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെ മുഴുവൻ മറികടന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, ഇറാന് ചുറ്റും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മാത്രമല്ല അവിടങ്ങളെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ മിസൈലുകൾ പറക്കുന്നത്. ഈ മിസൈൽ സിറ്റികൾ കണ്ടുപിടിക്കാനും അവിടെ ആക്രമണത്തെ തടയാനും അതിനെ പൂർണ്ണമായി നശിപ്പിക്കാനും വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി അമേരിക്കയും ഇസ്രായേലും നടത്തിയിരുന്നത്. പക്ഷേ ഈ ആക്രമണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ തകർക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മിസൈൽ സിറ്റി തകർക്കുക, 5000-ഓളം വരുന്ന ദീർഘദൂര മിസൈലുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ അമേരിക്കക്കും ഇസ്രായേലിനും അത് കഴിഞ്ഞേക്കാം. അത് അവരുടെ സൈനിക ശേഷി വെച്ച് നോക്കുമ്പോൾ കഴിയാത്തതല്ല. പക്ഷേ ഈ സമയം വരെ ആ മിസൈലുകൾ തകർക്കാനും ഇറാൻ്റെ ആ ആയുധശേഷി തകർക്കാനും ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ടും ആക്രമിക്കാനുള്ള അവരുടെ ശേഷി തകർക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഖാംനായെ വധിച്ചതുകൊണ്ട് അവരുടെ ആത്മവീര്യത്തെ കെടുത്താനും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇറാന്റെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഖാംനായിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ട് തെരുവുകളിൽ ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.
യെസ്, എന്തായാലും യുദ്ധം അവസാനിക്കുന്ന ഒരു സൂചനയോ അതിനുള്ള സാധ്യതയോ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യം. മൂന്നാമത്തെ പകലിലും വലിയ ആക്രമണവും പ്രത്യാക്രമണവും തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിൽ വലിയ നാശമുണ്ടായിരിക്കുന്നു. അതിനേക്കാൾ ഇരട്ടി നാശം ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം യുദ്ധം തുടരുക തന്നെയാണ്.